ആറാമത്തെ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തൊണ്ടയ്ക്കൊരു പ്രശ്നമാണ്. അത് സാധാരണ തൊണ്ടയ്ക്കൊരു ചെറിയ ടൈറ്റ് ഉണ്ടാവും, കാരണം ഇത്രയും ദിവസം പാടുമ്പോൾ. അതാന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പെയിനും വേദനയും കേട്ടു. പെട്ടെന്ന് ഞാൻ നമ്മൾ ശ്രീകണ്ഠപുരത്ത് എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്, ഗുരുസാനിയനാണ് ഡോക്ടർ. അദ്ദേഹത്തെ പോയി അദ്ദേഹം ഈ കുത്തിയോട്ടം ദിവസം കാണാൻ വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വൈകിട്ട് പാടേണ്ട ആളത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാമായിട്ട്. അപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് എന്നെ നോക്കിയിട്ട് അദ്ദേഹം തൊണ്ട പിടിച്ച് നോക്കുമ്പോൾ ചുമന്ന് ഇങ്ങനെ ടോൺസിലസിന്റെ ഇരിക്കുന്ന പോലെ തന്നെ അങ്ങനെ ചുമന്ന് ഇരിക്കുക. പറഞ്ഞ് എന്ത് ചെയ്യും വൈകുന്നേരം. ഈ വിളക്ക് കത്തിച്ച് ഞാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം സഹിക്കുകയ്യ. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ജന്മം മൊത്തം ഒറ്റയ്ക്ക് പാടുന്ന കുത്തിയോട്ടവും ഒറ്റയ്ക്ക് ഇത്രയും ദിവസം പാടുന്ന ഒരാളെന്നുള്ളത് സാധനം പറഞ്ഞിരിക്കുമ്പോൾ നഷ്ടമാകുമ്പോൾ നമുക്കൊരു സങ്കടമായി. അതൊരു വലിയ അത് ഒരു അഹങ്കാരത്തിലല്ല, നമുക്ക് ഇതിന്റെ അഭിമാനം. അത് നടക്കി വന്നിരുന്നിട്ട് കുറെ നേരം ഇങ്ങനെ നട എനിക്ക് അടക്കുക. കുറെ നേരം ഇങ്ങനെ നോക്കി, കുറെ നേരം നോക്കിയിട്ട് എൻ്റെ കണ്ണിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം വരുന്നു. ഒന്നും വേണ്ടിയില്ല, ഒന്നും പറയുന്നില്ല. എനിക്ക് പാടാൻ പറ്റണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കരയുക വെച്ചാൽ ഇങ്ങനെ നിൽക്കുക, നോക്കി അങ്ങനെ നിൽക്കുക. അത് ആ ഡോറയിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക, ഇങ്ങനെ നോക്കിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എൻ്റെ കയ്യിൽ കർപ്പൂരം ഉണ്ടായിരുന്നു. ഞാൻ ആ കർപ്പൂരം ആ കല്ലേൽ ഇങ്ങനെ വെച്ച് പടിയേൽ വെച്ച് കത്തിച്ചിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ പൊഴുന്നില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുക. അതങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് സങ്കടം സഹിക്കുക. ഞാൻ എന്ത് ചെയ്തില്ല, അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ കൈ എടുത്തിട്ട് ഈ കർപ്പൂരത്തിലുള്ള ഒറ്റ അടിയൻ. നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കണ്ണകി സങ്കല്പമാണ് ഇവിടെ ഉണ്ടാവുക. അതൊരു ഭയങ്കരമായ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന രീതി നമ്മുടെ മനസ്സിനെ അത് ഈ കുത്തിയോട്ടൊക്കെ ചെയ്യുമ്പോൾ വളരെ ഭക്തിപരമായിട്ട് ഞാൻ എൻ്റെ പാട്ടുകൾ തന്നെ പാടുക, ഞാൻ എഴുതി പാട്ടുകൾ തന്നെ പാടുക. അതും എനിക്കൊരു അമ്മ അനുഗ്രഹിച്ച എന്തെങ്കിലും കാര്യം എന്ന് പറഞ്ഞാൽ ഈ 8 ദിവസം 7 ദിവസം ആയിരിക്കും ഈ കുത്തിയോട്ടം നടക്കുക. ഈ 7 ദിവസവും ഞാൻ ഒറ്റയ്ക്കിരുന്നാ പാടുക. അത് നമുക്കിപ്പം 8 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 12 മണി വരെ 4 മണിക്കൂർ. പകരം ആരുമില്ല. ഇന്ന് എന്റെ നിർബന്ധമല്ല, ഞാൻ അങ്ങനെയാണ് ആദ്യം തൊട്ട്. ഞാൻ ആശാന്റെ ശിക്ഷണത്തിൽ നിന്ന് പഠിക്കുകയും ആ അരങ്ങേറ്റം നടത്തുമ്പോൾ പോലും അന്നും ഞാൻ ഒറ്റയ്ക്കാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടും അത് ഞാൻ എഴുന്നേറ്റ് മാറുമ്പോൾ പിന്നീട് ഇരിക്കാനായിട്ട് അങ്ങനെയൊന്നും ആരും വന്നിട്ടുമില്ല. അങ്ങനൊരു രീതിയിൽ അത് പക്ഷേ എനിക്ക് സായത്തമായതായിരിക്കാം. എനിക്ക് പിന്നെ ഈ പറയുന്ന പോലെ ഒറ്റയ്ക്കിരുന്ന് പാടാനും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. 8 ദിവസവും ഞാൻ തന്നെ പാടുക. പലപ്പോഴും ഈ 6ാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തൊണ്ടയ്ക്ക് ഒരു ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും. അതൊക്കെ മാറും. അത് രാവിലെ നമ്മൾ പകല് ആവിയൊക്കെ പിടിച്ചതായിട്ട് പാടാനിരിക്കുമ്പോൾ നമ്മളിതൊന്നും ചിന്തിക്കുകയല്ല, അങ്ങ് പാടുക. പക്ഷെ ഒരു പ്രാവശ്യം നമ്മുടെ കടവൂര് പ്രസിഡന്റ് പിള്ള എന്ന് പറയുന്ന ഒരാളുടെ കുത്തിയോട്ടം നടക്കുമ്പോൾ ഞാനിതുപോലെ 5ാമത്തെ ദിവസം പാടിക്കൊണ്ടിരിക്കുന്നു. സുഖമായിട്ട് പാട്ട് കഴിഞ്ഞു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. 6ാമത്തെ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തൊണ്ടയ്ക്കൊരു പ്രശ്നമാണ്. അത് സാധാരണ തൊണ്ടയ്ക്കൊരു ചെറിയ ടൈറ്റ് ഉണ്ടാവും, കാരണം ഇത്രയും ദിവസം പാടുമ്പോൾ. അതാന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പെയിനും വേദനയും കേട്ടു. പെട്ടെന്ന് ഞാൻ ശ്രീകണ്ഠപുരത്ത് എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്, ഗുരുസാനിയനാണ് ഡോക്ടർ. അദ്ദേഹത്തെ പോയി അദ്ദേഹം ഈ കുത്തിയോട്ടം ദിവസം കാണാൻ വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വൈകിട്ട് പാടേണ്ട ആളത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാമായിട്ട്. അപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് എന്നെ നോക്കിയിട്ട് അദ്ദേഹം തൊണ്ട പിടിച്ച് നോക്കുമ്പോൾ ചുമന്ന് ഇങ്ങനെ ടോൺസിലസിന്റെ ഇരിക്കുന്ന പോലെ തന്നെ അങ്ങനെ ചുമന്ന് ഇരിക്കുക. പറഞ്ഞ് എന്ത് ചെയ്യും വൈകുന്നേരം എന്ന് ചോദിച്ചു. അപ്പൊ അത് നമ്മുടെ സമിതിയിലും വീട്ടുകാർക്കും ഒക്കെ ഒരു പിന്നെ വേറൊരു സംഭവം ഉള്ളത്, നമ്മൾ പാടാൻ ഇരിക്കുന്നിടത്ത് വീട്ടുകാരൻ വേറൊരാൾ പാടാൻ സമ്മതിക്കത്തില്ല. അത് ഇഷ്ടമല്ല. വേറെ ആരും വന്ന് പാടില്ല, അത് നിങ്ങൾ തന്നെ പാടില്ല. അത് അവിടെ അതിനാണ് നിങ്ങളെ ബുക്ക് ചെയ്യുന്നത്. ഇത് അവരത്ര ബുക്ക് ഒരു കാര്യം പറയും. എല്ലാവരും 150 പേര് അവർ വരും, എഴുന്നേറ്റ് പോകുമ്പോൾ അങ്ങനെ ഇരുത്തില്ല, സാധാരണ ഇരിക്കുക. ചില താമസിച്ച് പാടിയാൽ മതി, പെരുക്കെ പാടിയാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുത്തിയോട്ടക്കാരെ നമ്മൾ ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ പാടാറില്ല, തന്നോട്ടം പാടും ചിലപ്പോൾ ഇരുന്ന് കൂട്ടത്തിൽ. ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ ഇന്നൊന്ന് പാട്, നാളെ അത് ശരിയാവുമായിരിക്കാം. അങ്ങനെ പുള്ളിയെ പാടാൻ ഏൽപ്പിച്ചു. പുള്ളി ആണെങ്കിൽ പാടണം എന്നുള്ള ആഗ്രഹങ്ങൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഭാഗയിൽ അത് സാധിക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് അതുണ്ട്. പക്ഷെ അത് എന്തോ പുള്ളിക്ക് വലിയ അതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. എന്തായാലും അത് ഞാൻ പാടാൻ ഏൽപ്പിച്ചു. പുള്ളി വൈകുന്നേരം പാടാൻ ഏൽപ്പിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് നോക്കി മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു. ഈ വിളക്ക് കത്തിച്ച് ഞാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം സഹിക്കുകയ്യ. കാരണം അതെന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു
ഒരു ജന്മം മൊത്തം ഒറ്റയ്ക്ക് പാടുന്ന കുത്തിയോട്ടവും ഒറ്റയ്ക്ക് ഇത്രയും ദിവസം പാടുന്ന ഒരാളെന്നുള്ള സാധനം പറഞ്ഞിരിക്കുമ്പോൾ നഷ്ടമാകുമ്പോൾ നമുക്കൊരു സങ്കടമായി. അത്തരത്തിൽ വലിയ അത് ഒരു അഹങ്കാരത്തിലല്ല, നമുക്ക് കിട്ടുന്നതിന്റെ അഭിമാനം അത് അമ്മയുടെ അമ്മ അങ്ങനൊരു സാധനം അത് നഷ്ടപ്പെടുവോ, മാറ്റാണ്ട് വരുമോ എന്നൊക്കെ വെച്ചു. അപ്പം വേറൊരു രസമുള്ളത്, ഞാനൊരു എല്ലാവരോടും അപ്പൊ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എത്ര കാലം പാടുമെന്ന് ചോദിക്കും ഈ ആശാകാരൊക്കെ. അത് എത്ര കാലം പാടും? ഞാൻ ആകുന്നത് പോലെ പാടും. ഇല്ല അത് കഴിയുമ്പോൾ വയ്യാതെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താല്പര്യം വേറെ തോന്നുമ്പോൾ നമുക്ക് വേറൊരാളെ ഇരുത്താം, അതിന് ദോഷമൊന്നുമില്ലല്ലോ അല്ല. ഇപ്പൊ അതെ അമ്മയുടെ പാടില്ല, ഇപ്പൊ അവര് പാടില്ല ഞാൻ പാടില്ലെന്ന് വരുമല്ല. അപ്പൊ നമുക്കത് വയ്യാതെ ഒരു സമയം വരും, അല്ല കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്ക് ഒരാളുടെ വേണം ഒരാളെ ഇരുത്തി പാടിക്കാം. ഇപ്പൊ ഏതായാലും പാടാൻ അമ്മ അനുവദിക്കുന്നുണ്ടല്ലോ, അപ്പൊ അത് പാടാം. ഇത് സങ്കല്പത്തിലാണ് ഞാൻ ഇരുന്നത്. പാടാൻ പാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിളക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അമ്പലത്തിൽ പോകണം തോന്നി. ആരുമില്ല. ഞാൻ കാറെടുത്ത് അവരെല്ലാം തിരക്കിലാണ് ഇരിക്കുന്നത്. ഞാൻ കാറെടുത്ത് ഞാൻ നേരെ അമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ ജനങ്ങളുണ്ട്. പക്ഷെ അത് എന്നെ കാണുമ്പോൾ കുത്തിയോട്ടത്തിന് ഞാൻ വരുന്നതിന് പോകുന്നതിന് മുമ്പ് അമ്മയെ തൊഴാൻ വന്നു എന്നുള്ളതാണ് കാണികൾ കാണുന്നത്. അപ്പം അവര് എന്നോട് കുശലം ചോദിച്ചാലും ഞാനൊന്നും മിണ്ടുന്നില്ല. കാരണം ഞാൻ എനിക്കത് ഓർമ്മയുണ്ട് പലരും എന്താ തുടങ്ങാറായില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ നേരെ നടന്നു വന്ന് നടക്കി വന്നിരുന്നിട്ട് കുറെ നേരം ഇങ്ങനെ നോക്കി, നടയൊക്കെ അടച്ചു നടക്കുക. കുറെ നേരം ഇങ്ങനെ നോക്കി, കുറെ നേരം നോക്കിയിട്ട് എന്റെ കണ്ണിക്കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം വരുന്നു. ഒന്നും മിണ്ടിയില്ല, ഒന്നും പറയുന്നില്ല. എനിക്ക് പാടാൻ പറ്റണമെന്നോ ഒന്നും ഞാൻ പറയണില്ല. ഞാൻ കരയുക വെച്ചാൽ ഇങ്ങനെ നിൽക്കുക, നോക്കി അങ്ങനെ നിൽക്കുക. ആ ഡോറയിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക, ഇങ്ങനെ നോക്കിക്കുക. ഞാൻ എന്ത് ചെയ്തറിയോ, എന്റെ കയ്യിൽ കർപ്പൂരം ഉണ്ടായിരുന്നു. ഞാൻ ആ കർപ്പൂരം ആ കല്ലേൽ ഇങ്ങനെ വെച്ച് പടിയേൽ വെച്ച് കത്തിച്ചിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ തൊഴുന്നില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുക. കുറെ നേരം നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് സങ്കടം സഹിക്കുക. ഞാൻ എന്ത് ചെയ്തറിയോ, അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ കൈ എടുത്തിട്ട് ഈ കർപ്പൂരത്തിലുള്ള ഒറ്റ അടി സാക്കി കെട്ട്, അത് ആ എണ്ണം മൊത്തം അതിനകത്തുണ്ട്. ഞാൻ അടിച്ചിട്ട് ഞാൻ അമ്മയോട് പറയാനുള്ളത് പരാതികളെല്ലാം അതിനകത്തുണ്ട്. അടിയിൽ അടിച്ചിട്ട് ഞാൻ നടന്നു പോയിട്ട് ഞാൻ ഉറുവറെ ഇങ്ങനെ പറയുക, എന്നോടെന്നാലും ഇത് ചെയ്തല്ലോ എന്ന് പറയുമ്പം അത് ആക്ച്വലി ശബ്ദമായിട്ട് പുറത്തു വരിക. അതുവരെ ഈ സാധനം മാത്രമല്ലായിരുന്നു, ഒന്നുമില്ല. പക്ഷെ ഇത് ഞാൻ പറയും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, കറക്റ്റ് തിരി വർത്താനം പറയുന്നതിന്റെ വായിന്ന് വരുന്നു. ഞാൻ ഒന്ന് നിന്നിട്ട് ഞാൻ തന്നെയാണ് സംസാരിച്ചത് എന്നോട് ക്ലിയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങോട്ട് ഞാൻ ഗാനം കയറുമ്പോഴൊക്കെ ഞാൻ ഈ ഒന്നാം പാദം പാടിക്കൊണ്ടായിരുന്നേ. പാട്ട് പറ്റുമോ നമുക്ക് എനിക്ക് കറക്റ്റായിട്ട് പാടാൻ പറ്റുകയാണ്, ഒരു പ്രശ്നമൊന്നുമില്ല. നേരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ തുടങ്ങാനൊന്നും റെഡിയായിട്ടിരിക്കുന്നു. ഈ പയ്യൻ ഭാഗ്യത്തിന് കയറി ഇരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയായിരുന്നു, അല്ല സങ്കടമായിരുന്നു. പക്ഷെ അങ്ങോട്ട് ഇരുന്ന് ഞാൻ അപ്പൊ എന്നെ കണ്ടപ്പോൾ തന്നെ അവരെന്നെ കാണാതെ വെയിറ്റ് ചെയ്യുക. ഞാൻ വന്നിട്ട് അപ്പം അന്നേക്ക് കഴിയുകയും ചെയ്തു. ചേട്ടട്ടയാന്ന് തോന്നുന്നു. ഞാൻ നേരെ അങ്ങോട്ടിരുന്ന് ശ്രുതി അങ്ങോട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എന്റെ കൂടെ നിന്നവരെല്ലാവരും കരയുകയാണ്. അത് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചുറ്റിനും ഇരിക്കുന്നവരെല്ലാരും, അത് അവർക്കെല്ലാം എന്റെ ഉച്ചക്കത്തെ സങ്കടം അവരെല്ലാരും കണ്ടതാ. എല്ലാവരും കൂടെ എന്നെ കെട്ടി എന്റെ കാലിലൊന്ന് വീഴുമായിരുന്നു. അവർ കുത്തിയോട്ടം ഞാൻ എഴുന്നേറ്റ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു കഥയെ അതിന്റെ കുമ്മി കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹത്തിനോട് പാടാൻ പറഞ്ഞു. കാരണം പുള്ളിയോട് നമ്മൾ വാക്ക് കൊടുത്തതും വളരെ ആഗ്രഹത്തോടെ ഇരിക്കുകയും ചെയ്യുന്ന ആ പയ്യന്റെ മനസ്സ് വിഷമിക്കരുല്ലോ. പാടിയതിനു ശേഷമാ അത് അങ്ങനെ പിരിഞ്ഞത്. പിന്നെ ഇന്നേ വരെ എനിക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. ഈ നിമിഷം വരെ ഇപ്പോഴും പാടുന്നത് അത്രയും നേരം ഞാൻ തന്നെ പാടുക. ഇപ്പോഴും പാടുന്നത് അങ്ങനെ തന്നെ, ഒന്നും സംഭവിച്ചിട്ടില്ല, ഇതുവരെ സംഭവിച്ചിട്ടില്ല.